നിങ്ങൾക്ക് നൂറുകണക്കിന് വർഷങ്ങളായി മരിക്കാതെ ജീവിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും? നിങ്ങൾ സ്നേഹിച്ച എല്ലാവരും നിങ്ങളെ വിട്ടുപോകും. പക്ഷേ നിങ്ങൾക്ക് മരിക്കാൻ പോലും കഴിയില്ല. ഇതാണ് ഗോബ്ലിൻ എന്ന കഥയുടെ തുടക്കം. കിം ഷൻ എന്നൊരു മഹാനായ യോദ്ധാവായിരുന്നു. യോസൻ കാലത്ത് രാജാവിനു വേണ്ടി യുദ്ധം ചെയ്ത് രാജ്യം രക്ഷിച്ച ആളായിരുന്നു അവൻ. പക്ഷേ അസൂയയും തെറ്റായ സംശയവും കാരണം രാജാവ് തന്നെ അവനെ കൊല്ലാൻ ഉത്തരവിടുന്നു. മരിക്കുന്ന നിമിഷം വലിയ ശാപം അവന് ലഭിക്കുന്നു. അവൻ ഗോബ്ലിൻ ആയി മാറുന്നു. അമരത്വം ലഭിച്ചെങ്കിലും അത് ഒരു അനുഗ്രഹമല്ല, ശാപമാണ്. നൂറുകണക്കിന് വർഷങ്ങൾ അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ കുത്തിയിരിക്കുന്ന വാൾ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമുണ്ട്. അത് ഗോബ്ലിന്റെ ബ്രൈഡാണ്. അവൾ വന്നാൽ മാത്രമേ അവന് സമാധാനത്തോടെ മരിക്കാൻ കഴിയൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് കിം ഷൻ ഒരു ചിയർഫുൾ സ്കൂൾ ഗേൾ ആയ ജി യൂൺ താക്കിനെ കാണുന്നു. അവൾക്ക് ഗോസ്റ്റ്സിനെ കാണാൻ കഴിയും. അതിലും വലിയ കാര്യം, അവൾക്ക് കിം ഷന്റെ ഹൃദയത്തിലെ വാൾ കാണാൻ കഴിയും. അതോടെ കിം ഷൻ മനസ്സിലാക്കുന്നു, ഇവളാണ് തന്റെ ബ്രൈഡ്. ആദ്യത്തിൽ ഇരുവരും തമ്മിൽ ഫണി ആയ മൊമെന്റ്സ് ആണ്. പക്ഷേ പതിയെ അവരുടെ ബന്ധം ആഴത്തിലാകുന്നു. കിം ഷൻ ആദ്യമായി ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നു. പക്ഷേ പ്രശ്നം അവിടെ തന്നെയാണ്. കാരണം യൂൺ താക്ക് വാൾ പുറത്തെടുത്താൽ കിം ഷൻ മരിക്കും. അവനെ സ്നേഹിക്കുന്ന അവൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അതേസമയം കിം ഷന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ ജീവിക്കുന്ന ഗ്രിം റീപ്പറിനും തന്റെ പഴയ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ രഹസ്യങ്ങൾ പുറത്തുവരുന്നു. കഥ മുന്നോട്ട് പോകുമ്പോൾ ഫേറ്റ്, ലവ്, സാക്രിഫൈസ് എന്നിവയുടെ ഇമോഷണൽ ജേർണി ആയി ഇത് മാറുന്നു. ഈ ഡ്രാമയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് അതിന്റെ റൈറ്റിംഗ് ആണ്. ഫാന്റസി, റൊമാൻസ്, കൊമഡി, ഇമോഷൻ എല്ലാം പെർഫെക്റ്റ് ബാലൻസ് ആണ്. എസ്പെഷ്യലി ഗോങ് യുവും കിം ഗോ യുങ്ങും തമ്മിലുള്ള കെമിസ്ട്രി അമേസിംഗ് ആണ്. അതുപോലെ ലീ ഡോങ് ബോക്കിന്റെ പെർഫോമൻസ് കൂടി ഡ്രാമയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. സിനിമാറ്റോഗ്രഫി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലെജൻഡറി ആണ്. ഓരോ സീനും മാജിക്കൽ ഫീൽ തരുന്നു. ഗോബ്ലിൻ ഒരു റൊമാൻസ് ഡ്രാമ മാത്രമല്ല, ഇത് ലവ്, ഫേറ്റ്, ഡെസ്റ്റിനി, സാക്രിഫൈസ് എന്നിവയെക്കുറിച്ചുള്ള ഒരു മാസ്റ്റർപീസ് ആണ്. റൊമാൻസ്, ഫാന്റസി, ഇമോഷണൽ ഡ്രാമാസ് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും മസ്റ്റ് വാച്ച് ആണ്. 그리고 한때 인간이었다.